പക്ഷേ ശശി തരൂർ പാർട്ടി വിടില്ല ഇങ്ങനെയുള്ള കിംവദന്തികൾ അല്ലെങ്കിൽ പ്രചാരണം നടക്കുന്നതിനിടയിൽ തരൂർ ഇതിനെക്കുറിച്ചൊന്നൊരു കൃത്യമായൊരു വിശദീകരണം നൽകാൻ തയ്യാറായില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുമായി കൊച്ചിയിലൊരു സംവാദം നടത്തി. അവിടെ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ ഞാനൊന്ന് വായിക്കാം. അതായത്, ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ താൻ സ്വീകരിച്ച നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു ഒന്ന്. പിന്നെ ദേശീയ സുരക്ഷയുടെ കാര്യം വരുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ചിലർക്ക് നമ്മൾ ആത്മാർത്ഥതയില്ലാത്തവരായി തോന്നും. അതൊരു പ്രശ്നമാണ്. ഞാൻ ആദ്യം കൂറു പുലർത്തുന്നത് രാജ്യത്തോടാണ്. രാഷ്ട്രീയ പാർട്ടികൾ രാജ്യം കൂടുതൽ നന്നാക്കുന്നതിനുള്ള ഉപാധിയാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പോലും നല്ല ഇന്ത്യക്കായാണ് പ്രവർത്തിക്കേണ്ടത്. സമീപകാലത്തുണ്ടായ സംഭവ വികാസങ്ങളിൽ സർക്കാരിനെയും സായുധ സേനയും പിന്തുണച്ചതിന് ഒരുപാട് ആളുകൾ എന്നെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു കാര്യം കൂടി തരൂർ പറയുന്നുണ്ട്. അതായത്, ഈ അടിയന്തരാവസ്ഥ സംബന്ധിച്ച് തരൂർ ഒരു ലേഖനം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ ഇന്ദിരാഗാന്ധിയെയും അവരുടെ മകനെയും കൃത്യമായി പേരെടുത്ത് പറഞ്ഞും വിമർശിക്കുന്നുണ്ടായിരുന്നു, സഞ്ജയ് ഗാന്ധി. അതിലും തരൂർ ഒരു വിശദീകരണം നൽകുന്നു. 97-ൽ താൻ തന്നെ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിലെ പരാമർശം ഞാൻ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത്, തൻ്റെ പഴയ അഭിപ്രായം തന്നെയാണെന്നും പറയുന്നു. തരൂർ എന്താണ് ഉദ്ദേശിക്കുന്നത്? വെടിനിർത്തലാണോ അതോ യുദ്ധം തന്നെയാണോ? അല്ല, തരൂരിൻ്റെ ഒരു വഴി കൃത്യമായി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ വളരെ പ്രകടമാണ്. കഴിഞ്ഞ മാസം അദ്ദേഹം ഹിന്ദുവിൽ എഴുതിയ ആർട്ടിക്കിൾ തൊട്ട് ആണ് ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ആ ലേഖനത്തിലെ വരികൾക്കിടയിൽ തരൂരിന് മുമ്പോട്ടുള്ള വഴി ഏതാണെന്ന് അദ്ദേഹം തുറന്നു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആ വഴി കൃത്യമായിട്ട് തുറന്നിട്ടുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിയും BJP നേതൃത്വവും ഒക്കെ മീൻസ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അദ്ദേഹത്തിന് കൊടുക്കുന്ന പരിഗണനയും ട്രീറ്റ്മെൻറ്റും ലാളനയും ഒക്കെ വളരെ കൃത്യമാണ്. അപ്പോൾ ശശി തരൂരിന് ഇനിയുള്ള വഴി, അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഒരേ ഒരു ഇഷ്യൂ സമയം മാത്രമാണ്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ MP ആണ്. ആ MPയുടെ കാലാവധി രാജിവെച്ചു പോകണമോ, കൂറുമാറ്റം എന്ന് പറയുന്ന ഒരു സംഗതി നേരിടേണ്ടതുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഇദ്ദേഹം കൃത്യമായി പറയേണ്ടത് പറയാതെ ഉള്ളിൽ കൃത്യവും വ്യക്തവുമായൊരു ചിത്രവും ഉള്ളപ്പോൾ അദ്ദേഹത്തിന് പോകാനുള്ള വഴിയെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ അദ്ദേഹത്തിന് ഉള്ളപ്പോൾ പറയേണ്ടത് പറയാതിരിക്കുന്നത് ഈ ഒരു ടൈം കോമ്പണൻ്റ് കൊണ്ട് മാത്രമാണ്. ടൈമാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. സമയം വേണം അദ്ദേഹത്തിന്. അത് അദ്ദേഹത്തിന് വേണ്ടി നടക്കുന്ന ഒരു ഡ്രാമ മാത്രമാണ്. ഇപ്പോൾ ശശി തരൂരിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി ഇത് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. BJP മാത്രമല്ല, കോൺഗ്രസും നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്കറിയാം ശശി തരൂരിൻ്റെ പോക്ക് എങ്ങോട്ടാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ചരിത്രപരമായൊരു ദൗത്യം തീരുമാനിച്ച് ഉറപ്പിച്ച് നടപ്പാക്കി. അതെന്താണെന്ന് വെച്ചാൽ, ശശി തരൂരിനെ പോലുള്ള കാലിബറുള്ള സ്റ്റേച്ചറുള്ള ഒരു നേതാവ്, കുറച്ചു കാലത്തേക്കെങ്കിലും കോൺഗ്രസ് പാർട്ടിയെ സേവിച്ചൊരു നേതാവ്, രാജ്യത്തിന് വലിയ പ്രതീക്ഷ നൽകിയൊരു നേതാവ് പാർട്ടി വിട്ടു പോകും. പക്ഷെ പോകുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വാക്കിൻ്റെ പോലും ദോഷം കൊണ്ടാവരുത്. അത് കോൺഗ്രസ് നിർബന്ധമുണ്ട്. മാത്രമല്ല, അദ്ദേഹം പോവാതിരിക്കാനുള്ള ഏത് വിട്ടുവീഴ്ചയും കോൺഗ്രസ് പാർട്ടി ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയും വേണം. അതിനുവേണ്ടിയുള്ള പരമ്പരകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടന്നത്. AICC നേരിട്ട് ഒരു മീറ്റിംഗ് വിളിക്കുന്നു. ഈ പാർലമെൻറ്റ് സമ്മേളനത്തിന്, നാളെ തുടങ്ങാനിരിക്കുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെൻ്ററി പാർട്ടി യോഗം വിളിക്കും. ആ സമയത്ത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യങ്ങൾ ചൂടോടെ അരങ്ങേറുന്ന ഒരു പാർലമെൻറ്റ് സെഷനാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയും മുഖ്യ പ്രതിപക്ഷ കക്ഷിയുമാണ് കോൺഗ്രസ്. കോൺഗ്രസിന് വേണ്ടി അത് ഫലപ്രദമായി അവതരിപ്പിക്കാനും സാധിക്കുന്ന ഒരാൾ ശശി തരൂരാണ്. അങ്ങ് തന്നെ വേണം ചർച്ച നയിക്കാനെന്ന് അദ്ദേഹത്തെ വിളിച്ച് പറയുകയാണ്. അതുകൊണ്ട് എന്തൊക്കെയാണ് പാർലമെന്ററി പാർട്ടി തീരുമാനിക്കേണ്ടത്, ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കണം. പക്ഷേ അപ്പോൾ അതിലൊരു കുഴപ്പമുണ്ടല്ലോ. കാര്യം, ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങളോട് സമ്മതിക്കാൻ പോയ തരൂരിനെ ആ കാര്യത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനായിട്ടുള്ള ചർച്ച നയിക്കാൻ നിയോഗിക്കുക എന്ന് പറയുന്നതിലൊരു ശരികേടുണ്ടല്ലോ. ശരികേടല്ലാതെ അതൊരു സ്ട്രാറ്റജിയാണ്. ശശി തരൂരിന് ഈ ചർച്ചകളിൽ പങ്കെടുപ്പിച്ചില്ലെങ്കിൽ അതൊരു എക്സ്ക്യൂസ് ആവും. പാർലമെൻറ്റ് സമ്മേളനത്തിന് തൊട്ട് മുമ്പായി നടക്കേണ്ട പാർലമെൻ്ററി പാർട്ടി യോഗം വിളിക്കുക, ആ യോഗത്തിന് കൃത്യമായി അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുക. മെസ്സേജ് അയക്കുക മാത്രമല്ല, ഇത്തവണ AICC പ്രസിഡന്റ് നേരിട്ട് വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗ്രീസിലാണ്, ഞാനിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ദൗത്യമായിട്ട് വന്നതാണ്, അതുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ലീവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്തു. സത്യത്തിൽ ശശി തരൂരിൻ്റെ തന്നെ ട്രാക്കിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം വാഷിങ്ടണിൽ നിന്ന് AICC മീറ്റിങ്ങിന് വേണ്ടി
മാത്രമല്ല സുപ്രധാനമായ പാർലമെൻ്ററി കമ്മിറ്റിക്ക് വേണ്ടി ഒരു ദിവസത്തേക്ക് ബ്രേക്ക് എടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദൗത്യം ഒരു ദിവസം കൊണ്ട് അവസാനിക്കേണ്ടതല്ലല്ലോ. ഇതാ ഞാനൊന്ന് ബ്രേക്ക് എടുക്കുന്നു, എൻ്റെ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി മീറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അദ്ദേഹത്തിന് തോന്നേണ്ടതല്ലേ? തോന്നിയിരുന്നെങ്കിൽ അദ്ദേഹം വരുമായിരുന്നു, പോവുമായിരുന്നു. പിന്നെ വിദേശയാത്ര അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡെലിഗേഷനിൽ പങ്കെടുക്കുന്നു എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് മുഖ്യ കാര്യമല്ല. ഒരു സാധാരണക്കാരന് രാഷ്ട്രീയത്തിലോ പൊതുപ്രവർത്തനത്തിലോ ലോക സഞ്ചാരത്തിലോ ഒക്കെ ആദ്യമായി ഒരു അവസരം കിട്ടുന്നയാൾക്ക് അത് പുതിയതാണ്. ശശി തരൂരിന് അത് പുതിയതല്ല. അദ്ദേഹം ഒമിഷന് വേണ്ടി മാറി നിൽക്കാൻ വേണ്ടി തന്നെ പറഞ്ഞ കാരണമാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹം ഈ ഡെലിഗേഷൻ്റെ ഒക്കെ ഭാഗമായത് എങ്ങനെയാണ്? സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഡെലിഗേഷനിൽ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ആരൊക്കെ വേണമെന്ന് ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കൊടുക്കേണ്ടതും തീരുമാനിക്കേണ്ടതും ആരാണ്? കോൺഗ്രസ് ആണ്. അത് ചെയ്തിട്ടില്ല. ആ മര്യാദ ശശി തരൂരിന് അറിയാതെയല്ല. മമതാ ബാനർജി പോലും അത് കാണിച്ചു. മമതാ ബാനർജിയോട് പാർട്ടി കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടു, അങ്ങയുടെ പാർട്ടിയിൽ നിന്ന് യൂസുഫ് പത്താനെ ഞങ്ങളുടെ ഡെലിഗേഷനിലേക്ക് എടുക്കുന്നു, സമ്മതിക്കണം. അമ്മ പറഞ്ഞു, യൂസുഫ് പത്താൻ എനിക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാവ് തന്നെയാണ്, പക്ഷേ സോറി, അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല, കേന്ദ്ര ഗവൺമെൻറ് അല്ല, തരൂ ആ ലിസ്റ്റ്, എൻ്റെ ലിസ്റ്റ് ഇതാ എന്ന് പറഞ്ഞിട്ട് യൂസുഫ് പത്താൻ്റെ പേര് വെട്ടിയിട്ട് അഭിഷേക് ബാനർജിയുടെ പേര് ചേർത്തയച്ചു. പത്താനോട് പ്രത്യേകിച്ച് വിരോധം ഉണ്ടായിട്ട് അഭിഷേക് ബാനർജി മരുമോനായതുകൊണ്ടോ അല്ല, അത് തീരുമാനിക്കേണ്ടതാരെ പൊളിറ്റിക്കൽ വില്ലാണ് എൻ്റെ കാര്യം. അത് കോൺഗ്രസ്സിന് മമതാ ബാനർജിയേക്കാൾ പ്രയോഗിച്ചൂടെ? പക്ഷേ തരൂർ ഇക്കാര്യത്തിലെടുത്തൊരു നിലപാടുണ്ടല്ലോ. അതായത് അദ്ദേഹം ഇപ്പോഴും ആവർത്തിക്കുന്നത് രാജ്യമാണ് പ്രധാനം. ഈ രാജ്യ താല്പര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ മറ്റു പാർട്ടികളുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ല. ഇതിൻ്റെ പേരിൽ താൻ സംശയിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന് കൊടുക്കുന്നൊരു മെസ്സേജ് കൂടിയല്ലേ? കാരണം രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്, അത് എന്തിനു നിങ്ങൾ എന്നെ സംശയിക്കുന്നു എന്ന് ചോദിക്കുമല്ലേ? അല്ല, അത് കുട്ടികളെ പറ്റിക്കാനേ പറ്റുള്ളൂ. ആ പറഞ്ഞ മറുപടി, രാജ്യ താല്പര്യത്തിന് വേണ്ടി ആ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയുടെ നേതാക്കന്മാരും ആ പാർട്ടിയുടെ പാർലമെൻറ്റ് അംഗങ്ങളും ആ പാർട്ടി മീറ്റിംഗ് ചേർന്നാണ്. ശശി തരൂർ എന്ന വ്യക്തി രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ അദ്ദേഹം പാർട്ടി മെമ്പർ ആവേണ്ടതില്ല, കോൺഗ്രസിൻ്റെ നേതാവാകേണ്ടതുമില്ല. ശശി തരൂരിന് അല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലിബർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ചെയ്യാം. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്യണമെന്നാണ് തീരുമാനിക്കേണ്ടത്. ഓപ്പറേഷൻ സിന്ദൂറിൽ എന്ത് നിലപാടെടുക്കണം? ഓപ്പറേഷൻ സിന്ദൂറിൽ AICC എടുത്ത നിലപാടിന് വിരുദ്ധമായൊരു നിലപാട് ശശി തരൂർ എടുക്കുമ്പോൾ അത് രാജ്യത്തിന് വേണ്ടിയാണ് എന്ന് പറയാം അദ്ദേഹത്തിന്. പക്ഷേ അത് കോൺഗ്രസിൻ്റെ നിലപാടാണെന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റുമില്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഒരു പാർട്ടിയിൽ ചേർന്നുകൊണ്ട് ആ പാർട്ടിയുടെ ബാനറിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുക. അത് അറിയാത്ത ഒരാളല്ല ശശി തരൂർ. വേണമെങ്കിൽ ഈ പാവപ്പെട്ട കുട്ടികളെ പറ്റിക്കാം, കുട്ടികളുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഞാൻ രാജ്യത്തിന് വേണ്ടിയല്ലേ പ്രവർത്തിച്ചത് മക്കളെ എന്ന് ചോദിക്കാം. അതിനെ കോൺഗ്രസ് എതിർക്കുന്നു. കോൺഗ്രസും രാജ്യവും രണ്ടാണോ? കോൺഗ്രസും തരൂരും രണ്ടാണോ? അല്ലല്ലോ, ഒറ്റ എൻറ്റിറ്റി അല്ലേ. അത് അപ്രധാനമായ ചോദ്യമാണ്. അദ്ദേഹം കോൺഗ്രസ്സിന് വിധേയപ്പെടുക എന്ന് പറഞ്ഞ അർത്ഥം ഒരു നിലപാട് ശശി തരൂർ എടുക്കുമ്പോൾ ആ നിലപാട് സ്വന്തം പാർട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം ഒരേ സ്വരത്തിൽ ആ വാക്കും ആ നിലപാടും രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കൂലേ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇദ്ദേഹത്തിൻ്റെ സ്വരം വേറിട്ട് നിൽക്കുകയും കോൺഗ്രസിൻ്റെ വേറൊന്നും ആയാൽ കോൺഗ്രസ് എന്തിനു കൊള്ളാം, അദ്ദേഹം എന്തിനു കൊള്ളാം? അതിൽ പ്രധാനപ്പെട്ട കാര്യമല്ലേ. അപ്പോൾ ഈ പാർട്ടി അച്ചടക്കം തരൂർ ലംഘിച്ചു എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവണം. ഇനി നടക്കാൻ പോകുന്നത് 3 മീറ്റിംഗ്. ഒന്ന് ഡൽഹിയിലെ AICC മീൻസ് പാർലമെൻ്ററി പാർട്ടി യോഗത്തിന് പോയില്ല. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിയോട് നേരിട്ട് സംസാരിച്ചു കൊള്ളാം. പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് നയം രൂപീകരിക്കേണ്ട കാര്യങ്ങളിൽ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയിട്ട് പോരല്ലോ. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, സമ്മേളനത്തിന് തൊട്ട് മുമ്പ് അങ്ങ് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് കേരളത്തിൽ വരുന്നുണ്ട്, കോട്ടയത്തും വരുന്നുണ്ട്, തിരുവനന്തപുരത്തും വരുന്നുണ്ട്, എവിടെയെങ്കിലും വെച്ച് അദ്ദേഹമായിട്ടൊന്ന് കാണണം. അതും സ്കിപ്പ് ചെയ്തു, ഞാൻ വരാൻ വൈകും എന്ന് പറഞ്ഞ് അദ്ദേഹം വേണമെങ്കിൽ അതിനും അദ്ദേഹത്തിന് എത്താമായിരുന്നു, എത്തിയില്ല. അദ്ദേഹം വൈകി വന്നു. കൊച്ചിയിൽ ഒരു പണിയുമില്ലാതെ ഇന്നലെ താമസിച്ചു. ഇന്നലെ ഇവിടെ വലിയ സമരപ്രഖ്യാപന സമ്മേളനം നടക്കുകയാണ് കോൺഗ്രസിൻ്റെ. VD സതീശനൊക്കെ അതിൽ പങ്കെടുത്തു. ശശി തരൂർ കൊച്ചിയിലുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കന്മാർക്ക് എല്ലാം അറിയാം, വിളിച്ചില്ല. കാരണം പാർട്ടി തീരുമാനിച്ചതിന് വരാത്ത ഒരാളെ ഇനി വേണ്ട. ഒറ്റ കാര്യം കൂടി സംഭവിക്കാൻ പോകുന്നു, ശശി തരൂരിന് ഈ സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പ് വിപ്പ് കൊടുക്കും. ശശി തരൂരിന് മാത്രമല്ല എല്ലാ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി മെമ്പർമാർക്കും ഓപ്പറേഷൻസ് ഈ പാർലമെൻറ്റിൻ്റെ അജണ്ടയിലുള്ള പാർലമെൻറ്റിൻ്റെ സെഷനിൻ്റെ അജണ്ടയിലുള്ള എല്ലാ വിഷയങ്ങളിലും പാർട്ടി നിലപാട് ഇന്നതാണ്, അതായിരിക്കണം പറയേണ്ടത് എന്ന് വിപ്പ് കൊടുക്കും. സ്വാഭാവികമായി ശശി തരൂർ വിപ്പ് ലംഘിക്കും. വിപ്പ് ലംഘിച്ചാൽ അദ്ദേഹത്തിന് പുറത്തേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നു എന്നാണ് അർത്ഥം. അപ്പുറത്ത് വാതിൽ അദ്ദേഹം തന്നെ തുറന്നു വെച്ചിരിക്കുന്നു എന്നതും കൃത്യമാണ്. അതുകൊണ്ട്
ഈ വാതിൽ നിന്ന് ഇറങ്ങി ആ വാതിലിൽ എപ്പോൾ കയറുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ ശശി തരൂരിൻ്റെ മുമ്പിലുള്ള പ്രശ്നം. വളരെ ക്ലിയറാണ് കാര്യങ്ങൾ. നമുക്കും കൺഫ്യൂഷൻ ഇല്ല, ശശി തരൂരിന് ഒട്ടുമില്ല, കോൺഗ്രസിന് അത്രയുമില്ല.